എന്നോ പണ്ട് നടന്നൊരടി കോംപ്രമൈസ് ആക്കാനുള്ള പോക്കാണ്ടത്. കാക്കു തന്ന വാഗ്ദാനമാണ് നമുക്ക് എന്തെങ്കിലും പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ളത് മേടിക്കുകയാണ്. അപ്പോൾ പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി ഞങ്ങൾ രണ്ടാളും ഫാർമാപ്രി പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ KFCയിൽ പോയതാണ്. നമ്മളെ വീടിൻ്റെ ഏറ്റവും തൊട്ടടുത്തുള്ള KFC ആണ്. തൊട്ടടുത്തെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു 5 മിനിറ്റ് ഡിസ്റ്റൻസേ ഉള്ളൂ. എനിക്ക് KFC സത്യം പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരു പരിപാടിയാണ്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞാൻ കഴിച്ചതിൽ വെച്ച് ഏറ്റവും മോശം KFC ഞാൻ ഈ കാനഡയിൽ വന്നിട്ട് കഴിച്ചിട്ടുള്ള KFC ആണ്. അതിൽ തന്നെ ഏറ്റവും ടേസ്റ്റ് ഇല്ലാത്ത KFC ഞങ്ങൾ ഈ തൊട്ടടുത്തുള്ള KFC ആണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ആ സമയത്ത് നമുക്കത് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളത് മേടിച്ചത്. ഞാൻ പിന്നെ കഴിച്ചിട്ടില്ല കേട്ടോ. എനിക്ക് അവിടുത്തെ ഫ്രൈസും ഒട്ടും ടേസ്റ്റ് ഇല്ല, അവിടുത്തെ ചിക്കനും ടേസ്റ്റ് ഇല്ല. പിന്നെ കാക്കു കൊന്നപ്പോൾ അവൻ തിന്നാത്തിരുന്നാണ് കാക്കു കഴിച്ചു. അത് നമ്മൾ ഫുഡ് കഴിച്ച് കണ്ട് നമ്മൾ തിരിച്ച് നടക്കണം. നമ്മൾ ഇപ്രാവശ്യം നമ്മൾ നടന്ന് പോവാം കോതനേശ്വർക്ക്. വണ്ടി എടുക്കണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മൾ നടക്കാനുള്ള പരിപാടിയുണ്ട്. ഇപ്പോൾ പോകുന്ന വഴിക്ക് ഇപ്പോൾ സമ്മറൊക്കെ ആയി തുടങ്ങിയില്ലേ, ഇതേപോലെ പൂക്കൾ ഇഷ്ടംപോലെ എല്ലായിടത്തും ഉണ്ട്. ഇപ്പോൾ ഈ ചെറിയ ചെറിയ സ്റ്റോറുകളിലും എല്ലായിടത്തും ഇങ്ങനെ പ്ലാന്റ്സ് ഒക്കെ വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ടാവും. നല്ല രസമാണ് കേട്ടോ. ഇത് പൂക്കൾ കണ്ടതിൻ്റെ ഒരു പ്രഹസനത്തിൽ ഞാൻ ചെയ്യുന്ന കോപ്രായങ്ങളാണ്, മൈൻഡ് ചെയ്യേണ്ട. നമ്മൾ നടന്ന് ഏകദേശം കോതനേശ്വർ ജംഗ്ഷനിലെത്തി. അവിടുന്ന് നമുക്ക് റൈറ്റ് എടുത്തിട്ട് പിന്നെയും കുറച്ച് നേരെ മേലേക്ക് നടക്കണം. അത്യാവശ്യം നല്ല ദൂരം. എനിക്ക് തോന്നുന്നു ഒരു 40 മിനിറ്റൊക്കെ വാക്കിങ് വരുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഈ അങ്ങോട്ട് നടക്കണ ഉത്സാഹം തിരിച്ച് ഇങ്ങോട്ട് നടക്കാനുണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയില്ല. ഒരു ത്വരയിൽ അങ്ങനെ പോവാണ്. ഫൈനലി നമ്മൾ എത്തിട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാൻ വന്ന് എനിക്ക് വേണ്ട ഒരു സാധനങ്ങളും ഇവിടെ ഇല്ല എന്നുള്ള അവസ്ഥയിലേക്കാണ്. പിന്നെ എന്തായാലും വന്നില്ല, എന്തെങ്കിലും വാങ്ങാതെ വിചാരിച്ചിട്ട് എനിക്ക് ആവശ്യമില്ലാത്തൊന്നും മേടിക്കാനുള്ളൊരു മൂഡ് എനിക്കൊന്നുണ്ടായില്ല. അതുകൊണ്ട് ഞാൻ തലങ്ങും വിലങ്ങും കുറേ നോക്കി. എനിക്കൊന്നും അങ്ങോട്ട് പറ്റുന്നില്ല. കാരണം ഒരുവിധം എല്ലാത്തിലും ഇവിടെ ഒരു മിനിമം ഒരു ഇത്ര റേഞ്ചിൽ ഇത്ര ഒരു ഇപ്പോൾ ബ്രാൻഡിലാണെങ്കിലും മാക്സിമം ഇത്ര ബ്രാൻഡ്സ് ഉണ്ടാവുള്ളൂ. ആ ഒരു ബ്രാൻഡ്സിൽ എനിക്ക് അത്യാവശ്യം എനിക്ക് ചേരുന്ന ഒരുവിധം ലിപ്സ്റ്റിക്സും ലിപ് ലൈനേഴ്സും ഒക്കെ ഞാൻ മേടിച്ചിരിക്കണം. അപ്പോൾ പിന്നെ ഞാനിനി എന്താ മേടിക്കാൻ നോക്കുമ്പോൾ എൻ്റെ ലിപ് ലൈനറാണ് പിന്നെ എനിക്ക് കുറച്ചുകൂടി ആവശ്യം. ലിപ്സ്റ്റിക് ഒന്നും ഇവിടെയുള്ള ഷെയ്ഡ്സൊന്നും എനിക്ക് അത്ര താല്പര്യമില്ലാത്തതാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു ലിപ് ലൈനർ മേടിക്കാം. എന്നിട്ട് ഞാൻ പിന്നെ പെർഫ്യൂമൊക്കെ നോക്കി അതിൻ്റെ ഇടയിൽ. പക്ഷെ ഒന്നും എനിക്ക് അങ്ങോട്ട് തൃപ്തിയാവണില്ല. അതിൽ പിന്നെ ലിപ് ലൈനറും ഒരു മേക്കപ്പ് സ്പഞ്ചും മേടിച്ചിട്ട് ഞാൻ വന്നു. നല്ല അടിപൊളി ലിപ് ലൈനറാണ്. അതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഇടുന്നു കേട്ടോ. നമ്മൾ ഇന്ത്യൻ സ്കിൻ ടോണിന് ഭയങ്കര രസമായിട്ട് പോകുന്ന ലിപ് ലൈനറാണ്. പോണ വഴിക്ക് നമ്മൾ മെക്ഡൊണാൾഡ്സത്തെ സുന്ദൈ അങ്ങനെ എന്തോ പറയും ഈ സാധനത്തിന്, അത് മേടിച്ചു. നല്ല രസമാണത്. അതിൻ്റെ സ്ട്രോബെറിയും ക്യാരമലും സ്ട്രോബെറിയും ചോക്ലേറ്റും ഉണ്ടെന്ന് തോന്നുന്നു. സ്ട്രോബെറിയാണ് ഏറ്റവും ടേസ്റ്റി. അപ്പോൾ നമ്മൾ അതൊന്ന് വാങ്ങി അത് കഴിച്ച് തിരിച്ചു പോരാണ് കേട്ടോ. പോരുന്ന വഴിക്ക് ഇതേപോലെ കൂടുതലായിട്ട് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ കൂടുതൽ വീഡിയോസ് ഒന്നും എടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.